ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ വെക്ടേഴ്സിന്റെ സം കാണാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാനെന്ന് നോക്കാം. വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് സ്കേലാർ പ്രൊഡക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ആണ്. എന്താണ് സ്കേലാർ പ്രൊഡക്റ്റ്? നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. That is the scalar product of 2 non-zero vectors, vector A and vector B, denoted by vector A dot vector B, is vector A dot vector B equal to magnitude of vector A into magnitude of vector B into cos theta. അതായത് രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് ആയ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും സ്കേലാർ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്നാണ്. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഡോട്ട് കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എക്കും വെക്ടർ ബിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് വെക്ടർ എയും ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ ബി ആണെങ്കിൽ ഇതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു ആംഗിളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. വെക്ടർ എ 0 ആണ് അല്ലെങ്കിൽ വെക്ടർ ബി 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കേസിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സ്കേലാർ പ്രൊഡക്റ്റിലെ കുറച്ച് ഒബ്സർവേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എ ക്യാപ് ആൻഡ് ബി ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം എ ക്യാപ് ഡോട്ട് ബി ക്യാപ് എന്ന് പറയുന്നത് കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് സ്കേലാർ ആണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വെക്ടർ എ എന്ന് പറഞ്ഞാൽ XYZന്റെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെക്ടർ ബിയിലും XYZന്റെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് എടുക്കേണ്ടതുണ്ട്. കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുപോലെ തന്നെ ജെ ഡോട്ട് ജെ 1 ആണ്. ദെൻ കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. എന്നാൽ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ ജെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. ദെൻ കെ ഡോട്ട് ഐ എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. അതായത് ഒരേ കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1ഉം ഡിഫറെന്റ് കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കറിയാം വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കോസ് തീറ്റയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാലോ. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ദെർഫോർ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. അതായത് നമുക്ക് തീറ്റ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് കോസ് ഇൻവേഴ്സ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. നെക്സ്റ്റ് നമുക്ക് സ്കേലാർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ആയിരിക്കും. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 വെക്ടേഴ്സ് എടുക്കണം. ദാറ്റ് ഈസ് വെക്ടർ എ വെക്ടർ ബി ആൻഡ് വെക്ടർ സി. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും വെക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണെങ്കിൽ ലാംഡ ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഡ ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് എഴുതാം. അല്ല എങ്കിൽ വെക്ടർ എ ഡോട്ട് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്നും എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി വെക്ടർ എ എന്ന് പറഞ്ഞാൽ A1I പ്ലസ് A2J പ്ലസ് A3K ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ B1I പ്ലസ് B2J പ്ലസ് B3K. ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് A3 ഇൻറ്റു B3 ആയിരിക്കും. അതായത്
ബാക്കി കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് എല്ലാം 0 ആയിട്ട് പോകും. സെയിം കമ്പോണൻസിന്റെ പ്രൊഡക്റ്റ് മാത്രമാണ് 1 ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സെയിം കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക്, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ. അതായത് ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടറിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിവിടെ ഒരു ഡയറക്റ്റഡ് ലൈൻ വരച്ചു. അതായത് ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഡയറക്റ്റഡ് ലൈന് ഞാൻ വെക്ടർ പി എന്ന് നെയിം കൊടുത്തു. ഇതിലൊരു പോയിന്റ് എ എന്ന് കൊടുത്തു. ഈ എയിൽ നിന്ന് ഒരു വെക്ടർ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതിന് ഞാൻ വെക്ടർ എ ബി എന്ന് നെയിം ചെയ്തു. അതായത് വെക്ടർ എ ബിക്ക് സ്മോൾ ലെറ്റർ വെക്ടർ എ എന്ന് നെയിം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ പിയിൽ നിന്ന് വെക്ടർ എയിലോട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. അതായത് ആന്റി ക്ലോക്ക് വൈസിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ തീറ്റ എന്ന് നെയിം ചെയ്യും. ദെൻ ഞാൻ ഈ വെക്ടർ എ ബിയുടെ ടെർമിനൽ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ പിയിലോട്ട് വരും. ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ദെൻ അങ്ങനെയാണെങ്കിൽ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. അതായത് വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇവിടെയുള്ള തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ. അത് ചെയ്താലും നമുക്ക് ഈ പ്രൊജക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എ ബി കിട്ടും. അതായത് പ്രൊജക്ഷൻ വെക്ടറിനെ നമ്മൾ വെക്ടർ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിലെ കുറച്ച് ഒബ്സർവേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇഫ് ലെറ്റ് യൂണിറ്റ് വെക്ടർ പി is the unit vector along the line L, then the projection vector of vector A on the line L is given by vector A dot unit vector P. അതായത് വെക്ടർ എയുടെ പ്രൊജക്ഷൻ വെക്ടർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് യൂണിറ്റ് വെക്ടർ പി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ വെക്ടർ എ ഓൺ ദ അതർ വെക്ടർ വെക്ടർ ബി. ദെൻ നമുക്ക് എന്ത് പറയാം? വെക്ടർ എ ഡോട്ട് യൂണിറ്റ് വെക്ടർ ബി എന്ന് പറയാം. അതായത് വെക്ടർ ബിയുടെ പ്രൊജക്ഷൻ വെക്ടർ കാണാനുള്ള ഫോർമുല വെക്ടർ എ ഡോട്ട് യൂണിറ്റ് വെക്ടർ ബി. അതായത് വെക്ടർ എ ഡോട്ട് യൂണിറ്റ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ ബി. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക? 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അതായത് പ്രൊജക്ഷൻ വെക്ടർ കാണാനുള്ള ഫോർമുലയാണിത്. 1 ബൈ വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അതുപോലെ തന്നെ നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആംഗിൾസ് ആണ്. ഏത് വെക്ടറിന്റെ? വെക്ടർ എ ഈക്വൽ ടു A1 I പ്ലസ് A2 J പ്ലസ് A3 K എന്ന് പറഞ്ഞ വെക്ടറിന്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്ഷൻ കോസൈൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ദാറ്റ് ഈസ് ഡയറക്ഷൻ കോസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമ. കോസ് ആൽഫനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ദിസ് ഈക്വൽ ടു A1 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ആൻഡ് കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ A2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ആൻഡ് കോസ് ഗാമ എന്ന് പറഞ്ഞാൽ A3 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അതുപോലെ തന്നെ വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ ആണെങ്കിൽ നമുക്ക് പറയാം A1 ബൈ B1 ഈക്വൽ ടു A2 ബൈ B2 ഈക്വൽ ടു A3 ബൈ B3 എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആയിരിക്കും. അതുപോലെ തന്നെ വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ A1 ഡോട്ട് B1 പ്ലസ് A2 ഡോട്ട് B2 പ്ലസ് A3 ഡോട്ട് B3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ ആണെങ്കിൽ A1 ബൈ B1 ഈക്വൽ ടു A2 ബൈ B2 ഈക്വൽ ടു A3 ബൈ B3 ഈക്വൽ ടു ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ A1 ഡോട്ട് B1 പ്ലസ് A2 ഡോട്ട് B2 പ്ലസ് A3 ഡോട്ട് B3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കേലാർ പ്രൊഡക്റ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. സ്കേലാർ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് 1 and 2 റെസ്പെക്റ്റീവ്ലി ആൻഡ് വെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 1. അതായത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എക്കും വെക്ടർ ബിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമുക്കറിയാം ആംഗിൾ കാണാനുള്ള ഫോർമുല തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ദിസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്.
divided by magnitude of vector A 1 into magnitude of vector B 2. That's equal to cos inverse 1 by 2. Cos inverse 1 by 2 എന്ന് പറയുന്നത് ഏതായിരിക്കും? That is pi by 3. അതായത് വെക്ടർ എക്കും വെക്ടർ ബിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? pi by 3. Next question. Find the angle theta between the vectors vector A equal to I plus j minus k and vector B equal to I minus j plus k. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഫൈൻഡ് ചെയ്യാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് a1 into b1, that is 1 into 1 1, plus a2 into b2, that is 1 into minus 1 minus 1, plus a3 into b3, that is minus 1 into 1 minus 1, that's equal to minus 1. Next, magnitude of vector a equal to root of 1 square plus 1 square plus minus 1 whole square, that's equal to root of 1 plus 1 plus 1, that's equal to root 3. Then magnitude of vector b എന്ന് പറഞ്ഞാൽ എന്താണ്? That is root of 1 square plus minus 1 whole square plus 1 square, that's equal to root of 1 plus 1 plus 1, that's equal to root 3. Therefore theta equal to എന്ത് വരും? This equal to cos inverse vector a dot vector b എന്ന് പറഞ്ഞാൽ minus 1 divided by magnitude of vector a root 3 into magnitude of vector b root 3, that's equal to cos inverse minus 1 by 3. കോസിന്റെ വാല്യൂ മൈനസ് 1 by 3 ആവുന്ന ആംഗിൾസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആംഗിൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെ ഇട്ടാൽ മതി. ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് 1 by 3. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് വെക്ടർ എ ഈക്വൽ ടു 5i minus j minus 3k and vector b equal to i plus 3j minus 5k, then show that the vectors vector a plus vector b and vector a minus vector b are perpendicular. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഫൈൻഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു വെക്ടർ എ എന്ന് പറഞ്ഞാൽ 5i മൈനസ് ജെ മൈനസ് 3k പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ i പ്ലസ് 3j മൈനസ് 5k, ദാറ്റ്സ് ഈക്വൽ ടു 5i പ്ലസ് i 6i മൈനസ് j പ്ലസ് 3j, ദാറ്റ് ഇസ് പ്ലസ് 2j minus 3k minus 5k, that is minus 8k. Then vector a minus vector b, that's equal to 5i minus j minus 3k minus I plus 3j minus 5k, that's equal to 5i minus I, that is 4i minus j minus 3j, that is minus 4j minus 3k plus 5k, that is plus 2k. ഇവിടെ നമ്മൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ദാറ്റ് ഈസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ദാറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. That is vector a plus vector b dot vector a minus vector b equal to vector a plus vector b എന്ന് പറഞ്ഞാൽ 6i plus 2j minus 8k dot vector a minus vector b എന്ന് പറഞ്ഞാൽ 4i minus 4j plus 2k, that's equal to 6 into 4 24 plus 2 into minus 4 minus 8 minus 8 into plus 2, that is minus 16, that's equal to 24 minus 24 equal to 0. Therefore നമുക്ക് എന്ത് പറയാം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ വെക്ടർ എ ഈക്വൽ ടു 2i plus 3j plus 2k ഓൺ ദ വെക്ടർ വെക്ടർ ബി ഈക്വൽ ടു i plus 2j plus k. ദാറ്റ് ഈസ് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച പ്രൊജക്ഷൻ ഓഫ് വെക്ടർ വെക്ടർ എ ഓൺ ദ വെക്ടർ വെക്ടർ ബി ഈസ് ഗിവൺ ബൈ 1 by magnitude of vector b into vector a dot vector b ആണ്. That is നമുക്ക് vector a dot vector b ഫൈൻഡ് ചെയ്യാം. That is vector a dot vector b equal to a1 into b1, that is 2 plus a2 into b2, that is 3 into 2 6 plus a3 into b3, that is 2 into 1 2, that's equal to 10.
നെക്സ്റ്റ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 plus 4 plus 1. That's equal to root 6. Therefore, projection of the vector A on the vector B equal to 1 by magnitude of vector B into vector A dot vector B equal to product vector and the product of the vectors and the 10 divided by magnitude and the root 6. Next question. Find the magnitude of vector A minus vector B. If two vectors, vector A and vector B are such that magnitude of vector A equal to 2, magnitude of vector B equal to 3 and vector A dot vector B equal to 4. ഇപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ്. നമുക്കിതിനെ മറ്റൊരു ഇക്വേഷനോട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് വി നോ ദാറ്റ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ മൈനസ് വെക്ടർ ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ എ ദാറ്റ് ഈസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി മൈനസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഓൾ സ്ക്വയർ. അതായത് ഇവിടെ വെക്ടർ എ ഡോട്ട് വെക്ടർ എ എന്ന് പറഞ്ഞാൽ വെക്ടർ എ സ്ക്വയർ ആണ്. അതായത് വെക്ടർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എന്ത് മൈനസ് ഓഫ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി മൈനസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ. അതിന് നമുക്ക് മൈനസ് 2 ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് എഴുതാം. മൈനസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സ്ക്വയർ. ദിസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട് മൈനസ് magnitude of vector b എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. this equal to 4 minus 8 plus 9. this equal to 5. therefore magnitude of vector a minus vector b equal to root 5 എന്ന് കിട്ടും. ഇതാണല്ലോ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വെക്ടർ എ ഇസ് എ യൂണിറ്റ് വെക്ടർ ആൻഡ് വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ ഈക്വൽ ടു 8 then find മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എക്സ്. ഇതെന്ന് പറയുന്നത് വെക്ടർ എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞത്. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെക്ടർ എസ് മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വെക്ടർ എസ് ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എക്സ് ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എ. വെക്ടർ എക്സിനോട് വെക്ടർ എക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എക്സ് ഹോൾ സ്ക്വയർ ആയിരിക്കും. ദെൻ ഇവിടെ വെക്ടർ എക്സ് ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് അത് ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് തന്നെ മൈനസ് ഓഫ് വെക്ടർ എ ഡോട്ട് വെക്ടർ എ ദാറ്റ് ഇസ് മൈനസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഹോൾ സ്ക്വയർ. ദിസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഇസ് 1 സ്ക്വയർ. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 8. therefore magnitude of vector x whole square equal to 8 plus 1 that's equal to 9. therefore magnitude of vector x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? that is 3. ഇനി മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് a of minus 2i plus 3j plus 5k and b of i plus 2j plus 3k and c of 7i minus k are collinear. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കൊളീനിയർ എന്ന് വെച്ചാൽ പാരലൽ ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ഫൈൻഡ് ചെയ്യണം? വെക്ടർ എ ബി ഫൈൻഡ് ചെയ്യണം. വെക്ടർ എ ബി കാണാനുള്ള ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് വെക്ടർ ബി മൈനസ് വെക്ടർ എ. ദാറ്റ് ഈസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഓഫ് മൈനസ് 2 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇൻറ്റു ഐ പ്ലസ് 2 മൈനസ് 3 ഇൻറ്റു ജെ പ്ലസ് 3 മൈനസ് 5 ഇൻറ്റു കെ. this equal to 3i plus minus j minus 2k. then next നമുക്ക് വെക്ടർ ബി സി ഫൈൻഡ് ചെയ്യാം. വെക്ടർ ബി സി കാണാനുള്ള ഫോർമുല വെക്ടർ സി മൈനസ് വെക്ടർ ബി. ദാറ്റ് ഈസ് വെക്ടർ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് 7 മൈനസ് 1 ദാറ്റ് ഈസ് 6i. നെക്സ്റ്റ് ഇവിടെ ജെ 0 ആണ്. ദാറ്റ് ഈസ് മൈനസ് 2j
then -1 -3 that is -4k. Next നമുക്ക് vector AC find ചെയ്യാം. That is vector C minus vector A. That is 7 minus of -2. That is 7 plus 2 9i. Then J0 0 minus 3 -3j. Then -1 plus 5 that is next -1 minus 5 that is -6k. Next നമുക്ക് ഓരോ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 3 square plus -1 whole square plus -2 whole square. That's equal to root of 9 plus 1 plus 4. That's equal to root 14. Next vector BC യുടെ മാഗ്നിറ്റ്യൂഡ്. That's equal to root of 6 square plus -2 whole square plus -4 whole square. This is equal to root of 36 plus 4 plus 16. This is equal to root 56. Root 56 നമുക്ക് 2 root 14 എഴുതാം. Next magnitude of vector AC. That's equal to root of 9 square plus -3 whole square plus -6 whole square equal to root of 81 plus 9 plus 36 equal to root of 126. ഇതിന് നമുക്ക് 3 root 14 എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ 3 വെക്ടേഴ്സ് കോളിനിയർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വെക്ടേഴ്സ് കോളിനിയർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ 2 വെക്ടേഴ്സുകളുടെ സം ഗ്രേറ്റർ വെക്ടറിന്റെ സം ആണോ എന്ന് നോക്കണം. ഇവിടെ 2 ചെറിയ വാല്യൂ എന്ന് പറയുന്നത് root 14 2 root 14 ആണ്. ദാറ്റ് ഈസ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഈക്വൽ ടു root 14 പ്ലസ് 2 root 14 എന്ന് പറഞ്ഞാൽ 3 root 14 ആണ്. ഈ 3 root 14 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സി ആണ്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ്സും കൊളീനിയർ ആണ്.